ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് കേട്ടോ. ഈ പായസത്തിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയിട്ടാട്ടോ. നമ്മൾ അടപ്രഥമൻ തോറ്റു പോകും, അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: നേന്ത്രപ്പഴം, ശർക്കര, ഒരു നാളികേരം. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കി വന്നാലോ? ഈ പായസം മൺചട്ടിയിൽ തയ്യാറാക്കണം കേട്ടോ, ടേസ്റ്റ്. അപ്പോൾ മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണക്ക് പകരം നെയ്യും ആഡ് ചെയ്യാം, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. പഴം അതിലോട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വാടൊന്നും വേണ്ട, ജസ്റ്റ് വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഈ നേന്ത്രപ്പഴം ശർക്കരപ്പാനിയിൽ കിടന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഈ മധുരവും ശർക്കരൻ്റെ മധുരവും പഴത്തിൻ്റെ മധുരമൊക്കെ രണ്ടും കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. എന്നിട്ടാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കേട്ടോ. ഇതിലോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ആണ് പായസത്തിന് രുചി കൂട്ടുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കണ പാലായാൽ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് ചട്ടിയിലാണ് പായസം വെക്കുന്നതുണ്ടെങ്കിലും ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്തത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അതൊന്ന് കലക്കി മിക്സാക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ പായസം കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടിയുടെ കുറുകൽ ഇഷ്ടമില്ലാത്തവർ ഒരു നേന്ത്രപ്പഴം മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും പായസം കുറുകി വരും. പിന്നെ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണെങ്കിൽ ഈ ശർക്കരയും കൂടി ചേരുമ്പോൾ ഇതിന് ഒരു പിരിച്ചിൽ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. പാലും ശർക്കരയും കൂടി ആയാൽ അതുകൊണ്ട് കഴിയുന്നതും തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.